നഖം നന്നായി നീട്ടി വളർത്തണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എന്തൊക്കെ ചെയ്തിട്ടും നഖം വളരുന്നില്ല. അല്ലെങ്കിൽ വളരുന്ന നഖം പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോകുകയാണ്. ഓരോരോ വിരലിലായിട്ട് നഖം പൊട്ടിപ്പോകുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് ലോങ് നെയിൽസ് വളർത്തിയെടുക്കാൻ പറ്റുന്ന കുറച്ച് ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇത് ഒരു റുട്ടീനാണ്. ഇത് നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം. എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്കിപ്പോൾ നഖം വളർത്തിയെടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ടിപ്സൊക്കെ തന്നെ വളരെയധികം ഹെൽപ്ഫുള്ളായിരിക്കും. എൻ്റെ റിയൽ ലൈഫിൽ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതും ഇപ്പോൾ യൂസ് ചെയ്യുന്നതുമായിട്ടുള്ള കുറച്ചധികം ടിപ്സ് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ വളരെ വളരെ യൂസ്ഫുള്ളായിരിക്കും. സോ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, മുഴുവനും കണ്ടു നോക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടുള്ളൂ. ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുള്ളായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതും ആയിരിക്കും. അതുകൊണ്ട് തന്നെ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. ആരെങ്കിലും എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വെൽക്കം ടു മൈ യൂട്യൂബ് ഫാമിലി. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ഈ ഒരു നഖമൊക്കെ തന്നെ നമുക്ക് ജനറ്റിക്കാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് വളരുന്നില്ല എന്ന് കരുതിയിട്ട് ഒരിക്കലും അത് വളരില്ല, ഇനി വളർത്തിയെടുക്കാൻ പറ്റില്ല എന്ന് വിചാരിക്കേണ്ട. മേ ബി ഗ്രോത്ത് കൂടുതലായിരിക്കും, മേ ബി കുറവായിരിക്കും, അത് അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ കെയർ കൊടുത്ത് നല്ല സമയം കൊടുത്ത് പേഷ്യൻസോടുകൂടി വളർത്തിയെടുത്താൽ നല്ല രീതിയിൽ തന്നെ വളർന്നു കിട്ടും. ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു നെയിൽ പോളിഷ് റിമൂവർ യൂസ് ചെയ്തിട്ട് നെയിൽ പെയിൻറ്റ്സ് ഒക്കെ തന്നെ നിങ്ങൾ റിമൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ അസറ്റോണിൻ്റെ കണ്ടൻറ് ഉള്ളതാണ് നെയിൽ പെയിൻറ്റ് റിമൂവറിലെല്ലാം തന്നെ. സോ നിങ്ങൾക്ക് ഈ ഒരു നെയിൽ പെയിൻറ്റ് നമ്മുടെ കയ്യിൽ പറ്റിപ്പിടിച്ചിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ നെയിൽസ് തിന്നാവാനും പെട്ടെന്ന് പൊട്ടിപ്പോവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് നെയിൽ പെയിൻറ്റ് റിമൂവർ യൂസ് ചെയ്ത് നെയിൽ പോളിഷൊക്കെ തന്നെ റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിലും കൈ നന്നായിട്ട് കഴുകി നല്ലൊരു ടവൽ വെച്ച് നനവൊക്കെ തുടച്ചു മാറ്റുക. വളരെ സോഫ്റ്റായിട്ട് ജെൻറ്റിലായിട്ട് ചെയ്യുക. അപ്പോഴൊക്കെ നമ്മൾ നെയിൽ പോളിഷ് ഇട്ടിട്ട് നെയിൽ പോളിഷ് റിമൂവർ യൂസ് ചെയ്ത് തുടച്ച് മാറ്റുന്നുണ്ടോ അപ്പോഴൊക്കെ കൈ നല്ലോണം സോപ്പും വെള്ളമൊക്കെ യൂസ് ചെയ്ത് നന്നായി കഴുകി തുടച്ച് നെയിൽസൊക്കെ നല്ല ക്ലീനാക്കി എടുക്കുക. ഇതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. നിങ്ങൾ റെഗുലറായിട്ട് നെയിൽ പെയിൻറ്റ് യൂസ് ചെയ്യുന്നവരാണെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ തന്നെ ചെയ്യാം. ആഴ്ചയിൽ ഒരിക്കലോ എപ്പോഴാണോ നിങ്ങൾ നെയിൽ പോളിഷ് റിമൂവ് ചെയ്യുന്നത് ആ ഒരു സമയത്ത് ഇത് ചെയ്യാം. പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരുപാട് ബ്രൈറ്റ് ഡാർക്ക് കളേഴ്സിലുള്ള നെയിൽ പോളിഷ് യൂസ് ചെയ്യുന്നതിനേക്കാളും ഏറ്റവും സട്ടിലായിട്ടുള്ള കുറച്ച് പേസ്റ്റൽ ഷെയ്ഡ്സ് ഒക്കെ ഉണ്ടല്ലോ, അത് ഭയങ്കര നല്ലതാണ്. അത് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ന്യൂഡ് ഷെയ്ഡ്സ് ഒക്കെ യൂസ് ചെയ്താൽ നമ്മുടെ കയ്യിൽ അത്രമാത്രം കളർ പിഗ്മെൻറ്റേഷൻ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ നഖത്തിൻ്റെ ആ ഒരു പിങ്ക് ടോൺ നഷ്ടപ്പെടുകയുമില്ല. പിന്നെ നമ്മൾ നെയിൽ പോളിഷ് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നല്ല ക്വാളിറ്റി ഉള്ള നെയിൽ പോളിഷ് യൂസ് ചെയ്യുക. 50 രൂപയിൽ താഴെയുള്ള ഒരു നെയിൽ പോളിഷ് നിങ്ങൾ വാങ്ങിച്ച് യൂസ് ചെയ്യരുത്. അത് നന്നായിട്ട് നമ്മുടെ നെയിൽസിനെ ഡാമേജ് ആക്കും. ആ പിഗ്മെൻറ്റ് പോകത്തുകൂടിയില്ല. അത് ഒട്ടും ഭംഗി ഉണ്ടാവത്തില്ല കാണാനായിട്ട്. ഇനി അടുത്ത് നമ്മൾ നെയിൽ പോളിഷൊക്കെ റിമൂവ് ചെയ്തു, നന്നായിട്ട് കൈ കഴുകി കൊടുത്തു. ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ ക്യൂട്ടിക്കിൾസിൻ്റെ അവിടെയായിട്ട് ഇതുപോലൊരു സ്പൂൺ എടുക്കുക. സ്പൂണിൻ്റെ എഡ്ജ് ഇച്ചിരി കട്ടിയുള്ളതായിരിക്കണം. ഒരുപാട് നൈസായിട്ട് കത്തി പോലെ ഷാർപ്പായിട്ട് ഒന്നും ഉണ്ടാവരുത്. കുറച്ച് പ്ലാസ്റ്റിക്കിൻ്റെ എടുത്താലും കുഴപ്പമില്ല, നല്ല സ്മൂത്ത് എഡ്ജ് ആയിരിക്കണം. അതെടുത്തിട്ട് ഇതുപോലെ നമ്മുടെ കൈയുടെ ആ ഒരു ക്യൂട്ടിക്കിൾസിൻ്റെ അവിടെയായിട്ട് ഒന്ന് ബാക്കിലോട്ട് പുഷ് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ എല്ലാ വിരലും ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ ഒരുപാട് ചെറിയ നെയിൽസ് ഉള്ളവരുണ്ടല്ലോ, അവർക്കിങ്ങനെ ചെയ്ത് കൊടുക്കുമ്പം ആ നഖം കുറച്ചും കൂടെ നീളമുള്ളതുപോലെ കാണിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതിനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ചിലർക്ക് ഭയങ്കര കർവ്ഡായിട്ട് ഭയങ്കര ഷോർട്ടായിട്ടുള്ള നെയിൽസ് ആയിരിക്കും. അങ്ങനെയുള്ളവർക്ക് ഈ ഒരു സംഭവം ചെയ്ത് കൊടുത്താൽ നന്നായിട്ട് ലോങ് നെയിൽസ് പോലെ ഒരു ഇല്യൂഷൻ ഉണ്ടാക്കും. അതുപോലെ തന്നെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൻ്റെ ആഫ്റ്റർ കെയറും കൂടെയാണ്. ചിലർക്ക് ഇത് ആവശ്യം ഉണ്ടാവില്ല. നിങ്ങൾക്ക് ആവശ്യമില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല. ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്ത് കൊടുക്കുക. കുറച്ചൊന്ന് നല്ല രീതിയിൽ ലെങ്ത്തുള്ള നഖം പോലെ തോന്നിക്കാനായിട്ട് സഹായിക്കും. വളരെ പതിയെയാണ് ചെയ്തു കൊടുക്കുന്നത്. ഓരോ നഖത്തിലും സമയമെടുത്ത് വളരെ പതിയെ ചെയ്തു കൊടുക്കുക. ഒരുപാട് സമയമൊന്നും ചെയ്യരുത്. ഇതുപോലെ വളരെ കുറച്ചായിട്ട് മാത്രം ചെയ്തു കൊടുത്താൽ മതി. ഇനി നമുക്ക് അവിടെ ഒരു ഒട്ടിപ്പിടിച്ചിട്ടുള്ള സ്കിന്നുണ്ടല്ലോ, അതിനെ നമ്മളൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്ന പോലത്തെ ഒരു എഫക്റ്റും ഇതിനുണ്ടാവും. ഇനി നിങ്ങൾക്ക് ഇത് ചെയ്തതിന് ശേഷം ചെയ്യേണ്ട അടുത്തൊരു ടിപ്പ് എന്താ വെച്ചാൽ, ഇവിടെ കൊണ്ട് നിങ്ങൾ നിർത്തരുത്. നഖം വെട്ടുന്നവരാണെങ്കിൽ വെട്ടിക്കൊടുക്കാം. ഇനി നിങ്ങൾ ഷാർപ്പ് ചെയ്ത് നന്നായിട്ട് നെയിൽ ഫൈലേഴ്സ് യൂസ് ചെയ്ത് നന്നായിട്ട് ഷാർപ്പൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല നീളമുള്ള നഖം ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. എനിക്കിപ്പോൾ നീളമുള്ള നഖം താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ഞാനത് ചെയ്യാത്തത്. താല്പര്യം വരുമ്പോൾ വളർത്താം എന്നുള്ള രീതിക്കാണ്. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് വാസ്ലിൻ എടുക്കാം. പെട്രോളിയം ജെല്ലി, വാസ്ലിൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ എടുക്കാം. വാസ്ലിൻ ആകുമ്പോൾ കുറച്ചുകൂടെ തിക്കാണ്, കുറച്ചുകൂടെ കട്ടി ഉണ്ടാവും. അത് നന്നായിട്ട് നമ്മുടെ നഖത്തിനെ മോയ്സ്ചറൈസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓൾറെഡി നമ്മൾ ക്യൂട്ടിക്കിൾസ് ഒന്ന് പുഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അവിടെ നമുക്ക് ഈ ഒരു വാസ്ലിൻ യൂസ് ചെയ്ത് നല്ല ഒരു മസാജ് കൊടുക്കാം.
ഇത് കുറച്ച് ടൈം എടുത്ത് ചെയ്താൽ മതി. ഇച്ചിരി പതിയെ നല്ല ഒരു മസാജ് കൊടുക്കുക. എല്ലാ നഖത്തിലും കൊടുക്കണം. എല്ലാ നഖത്തിലും ആ ക്യൂട്ടിക്കിൾസിൻ്റെ അവിടെയായിട്ട് ഇതുപോലെ ചെറിയൊരു മസാജ് കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഞാൻ എന്താ പിന്നെ നഖം നീട്ടി വളർത്താത്തതെന്ന്. എനിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടാണ്. ഞാനിപ്പോൾ വിചാരിച്ച എൻ്റെ നഖം നന്നായിട്ട് നീണ്ട് വളരും, പിന്നെ പൊട്ടി പോകത്തൊന്നും ഇല്ല. അങ്ങനത്തെ ഒരു ഹെൽത്തി ആയിട്ടുള്ള കണ്ടീഷനിലാണ് എൻ്റെ നഖം ഉള്ളത്. പിന്നെ ഓരോരുത്തരുടെ നഖവും ഓരോരോ ടൈപ്പായിരിക്കും. അതായത് ചിലർക്ക് പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന നഖം തന്നെയായിരിക്കും, ചിലരുടെ ആക്ടിവിറ്റീസ് അങ്ങനത്തതായിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം, വളർത്തണമെങ്കിൽ മാത്രം വളർത്താം. ഇനി അത് പറ്റിയില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. നമുക്ക് ഈ സ്പെഷ്യൽ ഒക്കേഷൻസിനൊക്കെ വേണ്ടിയിട്ട് ഫേക്ക് നെയിൽസ് യൂസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ചെയ്യുമ്പോഴേക്കും നമുക്ക് നല്ല നീളമുള്ള നഖം പോലെ ഒരു ഇത് കിട്ടുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് പൊട്ടിപ്പോകുന്നുണ്ടെങ്കിൽ അത് അത്ര വലിയ കാര്യമാക്കേണ്ട സംഭവമില്ല. ഹെൽത്തി ആയിട്ട് നമ്മുടെ നഖം ഇരിക്കുന്നുണ്ടോ അത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഒരുപാട് ഇങ്ങനെ കുഴിഞ്ഞിട്ട് അങ്ങനെ അല്ലാതെ ഇച്ചിരി ഒരു നല്ല ഹെൽത്തി ആയിട്ടുള്ള കണ്ടീഷനിലാണെങ്കിൽ ഒരു പ്രശ്നമില്ല, അത് തന്നെ മതി. ഇപ്പം ഞാൻ എല്ലായിടത്തും നല്ലൊരു മസാജ് കൊടുത്തിട്ടുണ്ട്, എല്ലാ നെയിൽസിലും. ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതുപോലെ നഖം ഒന്ന് പിടിക്കുക. താഴെ നമ്മുടെ ചൂണ്ടുവിരൽ പിടിച്ചിട്ട് തള്ളവിരൽ കൊണ്ട് ഇതുപോലെ പതുക്കെ ഒരു മസാജും കൂടെ കൊടുക്കുക. ഇതെന്തിനാന്ന് വെച്ചാൽ അവിടുത്തെ ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ആകാനും നമ്മുടെ നെയിൽസിൻ്റെ ഹെൽത്ത്, അതായത് നഖം നല്ല രീതിയിൽ വളരാനും ആ വളർച്ച മുരടിച്ച് പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആകാനുള്ള കുറച്ച് പൊടിക്കൈകളാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ടിപ്സും എല്ലാം നിങ്ങൾ ഫോളോ ചെയ്യണം. ഒപ്പം ഇതൊക്കെയും ചെയ്തു കൊടുക്കുക. അങ്ങനെ കയ്യിൽ ഫുള്ളായിട്ട് നഖം മുഴുവനായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ എൻ്റെ ഒരു കയ്യിലുള്ള വിരലുകളിലാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് 2 കയ്യിലും ഇത് ചെയ്ത് കൊടുക്കാം, കാലിലും നമുക്കിത് തന്നെ ചെയ്യാം. ഇനി അടുത്തതായിട്ട് നമുക്ക് വാസ്ലിൻ വെച്ച് മസാജ് ചെയ്യുന്നത് വേണ്ടാന്നുണ്ടെങ്കിൽ, വാസ്ലിൻ ഇല്ലെങ്കിൽ നമുക്കിതുപോലെ ഇഷ്ടമുള്ള കുറച്ച് തിക്കായിട്ടുള്ള മോയ്സ്ചറൈസർ യൂസ് ചെയ്തിട്ട് നമ്മുടെ കയ്യിൽ മസാജ് കൊടുക്കാവുന്നതാണ്. ഇനിയും നമ്മുടെ കൈയുടെ ആ ഭാഗത്തൊക്കെ തന്നെ ചുളിവുകളുണ്ട്, ഡാർക്ക്നെസ് ഉണ്ട്. ചിലർക്ക് ആ നഖത്തിൻ്റെ ക്യൂട്ടിക്കിൾസ് ഭയങ്കര ഡാർക്കായിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഈ ഒരു സംഭവം, നമ്മുടെ ഈ ഒരു മോയ്സ്ചറൈസറും അതുപോലെ തന്നെ വാസലിനും യൂസ് ചെയ്ത് നല്ല ഒരു മസാജ് കൊടുക്കുക. ഇത് നിങ്ങൾ ഒരു ദിവസം ചെയ്താൽ പോരാ, ഇത് നിങ്ങൾ ആഴ്ചയിൽ എല്ലാ ദിവസവും ചെയ്ത് കൊടുക്കേണ്ട ഒരു സംഭവമാണ്. ഈ മസാജൊക്കെ നിങ്ങൾക്ക് എല്ലാ ദിവസവും ചെയ്ത് കൊടുക്കാം. നെയിൽ പെയിൻറ്റ് റിമൂവ് ചെയ്യുന്നത് അത് നിങ്ങൾ ആഴ്ചയിൽ 1-2 ദിവസം മാത്രം ചെയ്താൽ മതി. കൂടുതലായിട്ട് നിങ്ങൾ നെയിൽ പോളിഷ് യൂസ് ചെയ്യുന്നതും പറ്റുന്നുണ്ടെങ്കിൽ കുറച്ച് കൊണ്ടുവരിക. അപ്പോൾ സ്പെഷ്യൽ ഒക്കേഷൻസിൽ ആഴ്ചയിൽ 1-2 ദിവസം നെയിൽ പോളിഷ് റിമൂവ് ചെയ്യുന്ന രീതിക്കാക്കി യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഡെയിലി നെയിൽ പോളിഷ് മാറ്റിയിടുക. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഡെയിലി നെയിൽ പോളിഷ് ഇടും, എന്നിട്ട് അത് വൈകുന്നേരം ആകുമ്പോൾ മാറ്റിയിട്ട് അടുത്ത് പുതിയതിടും. അങ്ങനത്തെ ഒരു കുട്ടി ഉണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ട്. അതൊന്നും നിങ്ങൾ ചെയ്യരുത്. അത് നമ്മൾ റെഗുലറായിട്ട് ഈ ഒരു നെയിൽ പോളിഷ് റിമൂവറും മാറ്റി യൂസ് ചെയ്യുമ്പോഴേക്കും നമുക്ക് അത് നമ്മുടെ നഖത്തിന് ഡാമേജ് ഉണ്ടാക്കും. സോ അത് മാക്സിമം അവോയ്ഡ് ചെയ്യുക. അടുത്തതായിട്ട് നിങ്ങൾക്ക് അലോവേര ജെല്ലും ഈ ഒരു ക്യൂട്ടിക്കിൾസ് മോയ്സ്ചറൈസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ 2 കയ്യിലും നമുക്കിതുപോലെ ചെയ്ത് കൊടുക്കാം. കാലിലെ നഖത്തിലാണ് പ്രശ്നമുണ്ടെങ്കിൽ അതും നമുക്ക് ഈ ഒരു ഞാൻ ഈ വീഡിയോയിൽ യൂസ് ചെയ്തിട്ടുള്ള എല്ലാ പ്രോഡക്ട്സിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എല്ലാ പ്രോഡക്റ്റും നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. നഖത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷനോ ഫംഗൽ പ്രോബ്ലംസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ഡോക്ടറെ തന്നെ കാണിക്കണം. ഇത് നോർമലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇനി പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിന് നമ്മൾ ഡോക്ടറിനെ കാണിച്ച് ക്യൂർ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും, ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, തീർച്ചയായിട്ടും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പം തന്നെ എല്ലാവരും ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്, നിങ്ങൾക്ക് നഖം നീട്ടി വളർത്തണമെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വളരെയധികം യൂസ്ഫുൾ ആൻഡ് എഫക്റ്റീവ് ആയിട്ടുള്ള ടിപ്സാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറന്നു പോകരുത്. സീ ഓൾ ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.